Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. So today we will wind up the first chapter, chemical reactions and equations. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യും. So we are discussing exercises given in your textbook. അപ്പം നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സസൈസസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് പോർഷൻ മീൻസ് എക്സസൈസിന്റെ ലാസ്റ്റ് പോർഷൻ ഇന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മീൻസ് പേജ് നമ്പർ 15 തന്നിരിക്കുന്ന 9th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Why does one mean by exo and endothermic reactions? Give example. Okay, question number 9. 9th question എന്ന് പറയുന്നത് what does one mean by exo and endothermic reactions? Give examples. അപ്പം endothermic എന്നും exothermic എന്നും പറഞ്ഞാൽ എന്താണ്, അതിനുള്ള എക്സാമ്പിൾസ് പറയാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ exothermic മീൻസ് എന്താണ്? ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ്. ആഫ്റ്റർ ദ റിയാക്ഷൻ ദേ റിലീസ് ഹീറ്റ് അലോങ് വിത്ത് ദ പ്രോഡക്ട്സ്. പ്രോഡക്ട്സിനോടൊപ്പം ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കാർബൺ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. മീൻസ് കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് ഹീറ്റ്. കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നതിനോടൊപ്പം ഹീറ്റും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ നോൺ ആസ് എക്സോതെർമിക് റിയാക്ഷൻസ്. മീൻസ് ഇൻ സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ദേ റിലീസ് ഹീറ്റ് അലോങ് വിത്ത് ദ പ്രോഡക്ട്സ്. അവര് പ്രോഡക്ട്സിനോടൊപ്പം ഹീറ്റും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ നോൺ ആസ് എക്സോതെർമിക് റിയാക്ഷൻസ്. ഇഫ് ദർ ഈസ് നീഡ് ഓഫ് എനർജി ടു ക്യാരി ഔട്ട് ദ റിയാക്ഷൻ, അവിടെ എനർജി വേണം, ആ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ എനർജി വേണമെങ്കിൽ സച്ച് റിയാക്ഷൻസ് ആർ നോൺ ആസ് എൻഡോതെർമിക് റിയാക്ഷൻസ്. റിയാക്ഷൻ നടക്കണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ റിയാക്ഷൻ നടക്കൂവെങ്കിൽ സച്ച് റിയാക്ഷൻസ് ആർ നോൺ ആസ് എൻഡോതെർമിക് റിയാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, ഫെറസ് സൾഫേറ്റ് പ്ലസ് ഹീറ്റ്. ഓക്കെ, ഫെറസ് സൾഫേറ്റിന്റെ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഫെറസ് സൾഫേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് ഫെറിക് ഓക്സൈഡ് പ്ലസ് സൾഫർ ഡയോക്സൈഡ് പ്ലസ് സൾഫർ ട്രയോക്സൈഡ്. ഫെറിക് സൾഫേറ്റ് മീൻസ് ഫെറസ് സൾഫേറ്റ് ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ ഹീറ്റ് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം, കൊടുത്താൽ മാത്രമേ ആ റിയാക്ഷൻ ക്യാരി ഔട്ട് ആകത്തുള്ളൂ. സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ നോൺ ആസ് എൻഡോതെർമിക് റിയാക്ഷൻസ്. ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ എക്സോതെർമിക്, ഹീറ്റ് അബ്സോർബ് ചെയ്യും മീൻസ് എനർജി റിക്വയർ ചെയ്താൽ മാത്രമേ, എനർജി കൊടുത്താൽ മാത്രമേ റിയാക്ഷൻ നടക്കുമെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ നോൺ ആസ് എൻഡോതെർമിക് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഡീകോമ്പോസിഷൻ ഓഫ് ഫെറസ് സൾഫേറ്റ്. FeSO4 plus heat gives Fe2O3 plus SO2 plus SO3. Okay. So question number 9 ആയിരുന്നു. എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും എന്ത്, അതിന് എക്സാമ്പിൾസ്. എക്സോ മീൻസ് ഹീറ്റ് റിലീസ് ചെയ്യുന്നത്, എൻഡോ മീൻസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. എക്സാമ്പിൾ, എക്സോയ്ക്ക് എക്സാമ്പിൾ കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് ഹീറ്റ് എന്തും കൂടെ വരുന്നുണ്ട്, ഹീറ്റ് റിലീസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാല് എൻഡോതെർമിക്, ഫെറസ് സൾഫേറ്റിന്റെ ഡീകോമ്പോസിഷൻ നടക്കണമെങ്കിൽ ഹീറ്റ് അങ്ങോട്ട് കൊടുക്കണം. ദെൻ ദ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഫെറിക് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. Why is respiration considered as an exothermic reaction? Explain. അപ്പം എന്താ, റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ എക്സോതെർമിക് ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? റെസ്പിറേഷൻ എന്ന പ്രോസസ്സിനെ എക്സോതെർമിക്, എക്സോ മീൻസ് എന്താണ്, ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് എന്ത്, എക്സോതെർമിക് എന്ന് പറയുന്നത്. അതിനെ എന്തുകൊണ്ടാണ് റെസ്പിറേഷൻ ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് പറയുന്നത്? ഓക്കെ, സോ ഇൻ റെസ്പിറേഷൻ പ്രോസസ് ഓക്സിജൻ പ്രസന്റ് ഇൻ സെൽസ്. ഓക്സിജൻ എവിടെ പ്രസന്റ് ആയിട്ടുണ്ട്, സെല്ലുകളിൽ പ്രസന്റ് ആയിട്ടുണ്ട്. ഈ ഓക്സിജൻ ഗ്ലൂക്കോസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തൊക്കെ ഫോം ചെയ്യുന്നത്, കാർബൺ ഡയോക്സൈഡും വാട്ടറും പ്ലസ് എനർജി ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്, പ്ലസ് എനർജി. അപ്പം ഈ റെസ്പിറേഷന്റെ ടൈമില് സെല്ലില് റെപ്രസെന്റ് ആയിരിക്കും അല്ലെങ്കിൽ പ്രസന്റ് ആയിരിക്കുന്ന ഓക്സിജൻ ഗ്ലൂക്കോസുമായിട്ട് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് അത് കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജിയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് റെസ്പിറേഷൻ എന്തെന്ന് പറയുന്നത്, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. എനർജി അവിടെ എന്ത് ചെയ്യാണ്, റിലീസ് ചെയ്യുകയാണ്. റെസ്പിറേഷൻ ടൈമിൽ സെല്ലിൽ പ്രസന്റ് ആയിരിക്കുന്ന ഓക്സിജൻ ഗ്ലൂക്കോസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജിയുമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then question number 11. Why are decomposition reactions called the opposite of combination reaction? Okay.
അപ്പം ഡീകോമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, ഡീകോമ്പോസിഷൻ റിയാക്ഷനും കോമ്പിനേഷൻ റിയാക്ഷനും ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സോ ഡീകോമ്പോസിഷൻ മീൻസ് എന്തായിരുന്നു? ഒരു സിംഗിൾ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 or more പ്രോഡക്ട്സ് ആയി മാറുന്നതാണ് decomposition reaction. But in combination reaction, 2 or more reactants combine together to form a single product. അല്ലെ, കോമ്പിനേഷനിൽ 2 or 3 റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ടാകുന്നതാണ് കോമ്പിനേഷൻ. എന്നാൽ ഡീകോമ്പോസിഷനിൽ ഒരു സിംഗിൾ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 or 3 പ്രോഡക്ട്സ് ആയി മാറുന്നതാണ് എന്ത്? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. കോമ്പിനേഷൻ റിയാക്ഷൻ എന്തിന് ഓപ്പോസിറ്റ് ആണ്? ഡീകോമ്പോസിഷൻ റിയാക്ഷന് ഓപ്പോസിറ്റ് ആണ്. മഗ്നീഷ്യം ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ആയി മാറുന്ന എന്തിന് എക്സാമ്പിൾ ആണ്? ഡീകോമ്പോസിഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അതേസമയം ഫെറസ് സൾഫേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് ഫെറിക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും ആകുന്നത് ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അപ്പം മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ 2 റിയാക്ടന്റ് ഉണ്ടായിരുന്നു. മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മഗ്നീഷ്യം ഓക്സൈഡ്. ഒരൊറ്റ പ്രോഡക്റ്റേ ഉള്ളൂ. 2 റിയാക്ടന്റ് കമ്പൈൻ ചെയ്ത് ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടാകുന്നുവെങ്കിൽ അത് കോമ്പിനേഷൻ റിയാക്ഷൻ. ബട്ട് ഇൻ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ഫെറസ് സൾഫേറ്റ് plus heat gives ferric oxide plus sulfur dioxide plus sulfur trioxide. ഒരു സിംഗിൾ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 അതിൽ കൂടുതലോ പ്രോഡക്ട്സ് ആയി മാറുന്നതാണ് എന്ത്? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോമ്പിനേഷൻ റിയാക്ഷനും ഡീകോമ്പോസിഷൻ റിയാക്ഷനും ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write one equation each for decomposition reaction where energy is applied in the form of heat, light or electricity. Okay, decomposition reaction നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. Thermal decomposition, electrical decomposition and photo decomposition. അപ്പം decomposition means single reactant break down ചെയ്ത് 2 or more products ആയി മാറുന്നതാണ് decomposition reaction. Here we need examples of thermal decomposition, photo decomposition and electrical decomposition. So example of thermal decomposition: calcium carbonate decomposes to form calcium oxide and carbon dioxide. Calcium carbonate decompose ചെയ്യണമെങ്കിൽ ഹീറ്റ് അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യത്തുള്ളൂ. കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. Then next one. അപ്പൊ അവിടെ നമ്മൾ കൊടുത്ത എനർജിയുടെ ഫോം എന്ന് പറയുന്നത് ഹീറ്റ്. അപ്പൊ ഇതെന്താണ്? ഒരു മെറ്റൽ കാർബണേറ്റ് ആണ്. മെറ്റൽ കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്താൽ മെറ്റലിന്റെ ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായാണ് മാറുന്നത്. നെക്സ്റ്റ്, സിൽവർ ബ്രോമൈഡ് ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ സൺലൈറ്റ് മീൻസ് ലൈറ്റ് അങ്ങോട്ട് കൊടുക്കണം. സിൽവർ ബ്രോമൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് സിൽവറും ബ്രോമിനുമായിട്ട് മാറുന്നുണ്ട്. അത് ഫോട്ടോ ഡീകമ്പോസിഷൻ എക്സാമ്പിൾ ആണ്. ദെൻ തേർഡ് വൺ, വാട്ടറിന്റെ ഡീകോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൊടുത്താൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് ഡീകമ്പോസ് ചെയ്യും. സോ ഡീകോമ്പോസിഷൻ മീൻസ് സിംഗിൾ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ടു ഫോം 2 or more products are known as decomposition reaction. There are 3 types of decomposition: thermal decomposition, electrical decomposition and photo decomposition. The decomposition of calcium carbonates need energy in the form of heat and the products are calcium oxide and carbon dioxide. Then second one, decomposition of silver bromide need light. Then the products are silver and bromine. Then third one, decomposition of water need electricity and the products are hydrogen and oxygen. Then next question. In the refining of silver, the recovery of silver from silver nitrate. Question number 13 നമ്മൾ പറഞ്ഞില്ലായിരുന്നു. What is the difference between displacement and double displacement reaction? അപ്പം ഡിസ്പ്ലേസ്മെന്റും ഡബിൾ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് പറയുന്നത്. ഇപ്പം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് അല്ലെങ്കിൽ നോൺ മെറ്റൽസ് റിയാക്ടിവിറ്റി കുറഞ്ഞതിന് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ദേ എക്സ്ചേഞ്ച് ദ അയോൺസ്. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ അവര് അയോൺസിനെ എന്ത് ചെയ്യാണ്? എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. എന്നാൽ സിംഗിൾ ഡിസ്പ്ലേസ്മെന്റിൽ റിയാക്ടിവിറ്റി കൂടിയത് റിയാക്ടിവിറ്റി കുറഞ്ഞതിനെ ഡിസ്പ്ലേസ് ചെയ്യും. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ദെൻ എക്സാമ്പിൾ. സോ കോപ്പർ റിയാക്ട്സ് വിത്ത് സിൽവർ നൈട്രേറ്റ്. കോപ്പർ റിയാക്ട്സ് വിത്ത് സിൽവർ നൈട്രേറ്റ്. ഇവിടെ കോപ്പറും സിൽവറും മെറ്റൽ ആണ്. Then copper is more reactive than silver, so copper displays silver from silver nitrate solution. Then the products are copper nitrate and silver. Okay.
So is an example of displacement reaction. So copper is more reactive than silver. So copper can displace copper from copper's nitrate. Copper displace silver from silver nitrate solution, and the products are copper nitrate and silver. Is an example of displacement reaction. Then barium chloride reacts with the potassium sulfate to form barium sulfate and potassium chloride. So ഇവിടെ ക്ലോറിൻ എന്നതിനെയും സൾഫേറ്റ് എന്നതിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. Okay, that's the difference between displacement and double displacement reaction. Then next question. The refining of silver from in the refining of silver, the recovery of silver from silver nitrate solution involved displacement by copper metal. Write down the reaction involved. അപ്പോൾ question ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. In the refining of silver, അപ്പോൾ റിഫൈൻ ചെയ്തെടുക്കേണ്ടത് ഏത് മെറ്റലിനെയാണ്? സിൽവറിനെ. In the refining of silver, the recovery of silver from silver nitrate. അപ്പം സിൽവറിനെ റിക്കവർ ചെയ്യേണ്ടത് സിൽവർ നൈട്രേറ്റിൽ നിന്നാണ്. Then involved displacement by copper metal. അപ്പം സിൽവറിനെ റിക്കവർ ചെയ്യണം. അത് റിക്കവർ ചെയ്യേണ്ടത് സിൽവർ നൈട്രേറ്റിൽ നിന്നാണ്. അത് റിക്കവർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ ആണ്. അതിന്റെ ഇക്വേഷൻ എഴുതുക. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിൽവറിനെ റിക്കവർ ചെയ്യണം. സിൽവർ നൈട്രേറ്റിൽ നിന്ന് വേണം റിക്കവർ ചെയ്യാൻ. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മറ്റൊരു മെറ്റൽ കോപ്പർ ആണ്. അതിന്റെ ഇക്വേഷൻ എഴുതുക. ഓക്കെ, സോ കോപ്പർ പ്ലസ് സിൽവർ നൈട്രേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ് അല്ലെങ്കിൽ റിക്കവർ ചെയ്യേണ്ടത് സിൽവർ ആണ്. കോപ്പർ പ്ലസ് സിൽവർ ഗീവ്സ്. അപ്പം ഈ കോപ്പർ എന്താണ്? മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. So copper displace silver from silver nitrate solution. Then the products are copper nitrate and silver. അങ്ങനെ നമുക്ക് എന്തിനെ റിക്കവർ ചെയ്തെടുക്കാം? സിൽവറിനെ റിക്കവർ ചെയ്ത് എടുക്കാം. ഓക്കെ, കോപ്പർ പ്ലസ് സിൽവർ നൈട്രേറ്റ് ഗീവ്സ് കോപ്പർ നൈട്രേറ്റ് പ്ലസ് സിൽവർ. അവിടെ നമ്മൾ ഏതിനെ റിക്കവർ ചെയ്തിട്ടുണ്ട്? സിൽവറിനെ റിക്കവർ ചെയ്തിട്ടുണ്ട്. Then next question. Explain the following in terms of gain or loss of oxygen with explain each oxidation and reduction. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓക്സിഡേഷൻ മീൻസ് എന്തായിരുന്നു? ഓക്സിജൻ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഓക്സിഡേഷൻ, ഓക്സിജനെ ലോസ് ചെയ്യുകയാണെങ്കിൽ അത് റിഡക്ഷൻ. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗെയിൻ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ ഓക്സിഡേഷൻ, ലോസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ റിഡക്ഷൻ. സോ കോപ്പർ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കോപ്പർ ഓക്സൈഡ് ആണല്ലോ. കോപ്പർ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കോപ്പർ ഓക്സൈഡ്. ദെൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാല് കോപ്പർ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ടു ഗീവ്സ് കോപ്പർ പ്ലസ് വാട്ടർ. ഓക്കെ, അപ്പം ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ എക്സാമ്പിൾ ആണ്. ഓക്സിഡേഷൻ മീൻസ് ഗെയിൻ ഓഫ് ഓക്സിജനും, റിഡക്ഷൻ മീൻസ് ലോസ് ഓഫ് ഓക്സിജനും. Then next question. A shiny brown colored element X on heating in air becomes black in color. Name the element X. The black colored compound formed. അപ്പം നമ്മളൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു എലമെന്റ് എക്സ്, അതിനെ നമ്മൾ എയറിൽ ഹീറ്റ് ചെയ്ത സമയത്ത് അതിന്റെ പുറത്തൊരു ബ്ലാക്ക് കളേർഡ് കോട്ടിംഗ് വന്നു. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന എലമെന്റ് എന്താണെന്ന് നമ്മൾ പറയണം. അതിനകത്ത് ഫോം ചെയ്ത ബ്ലാക്ക് കളേർഡ് കോമ്പൗണ്ട് ഏതാണെന്ന് നമ്മൾ പറയണം. സോ എക്സ് മീൻസ് ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, കോപ്പറിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സർഫസിൽ എന്ത് ചെയ്യും? ഒരു ബ്ലാക്ക് കളേർഡ് കോമ്പൗണ്ട് വരുമെന്ന് പറഞ്ഞു. സോ എക്സ് ഏതാണ് അപ്പോൾ? കോപ്പർ. ദെൻ ബ്ലാക്ക് കളേർഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് കോപ്പർ ഓക്സൈഡ്. കോപ്പർ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കോപ്പർ ഓക്സൈഡ് ഈസ് ദ ഇക്വേഷൻ. Then next one. Why do we apply paint on iron articles? അപ്പം എന്തിനാണ് അയൺ ആർട്ടിക്കിൾസിൽ പെയിന്റ് അപ്ലൈ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ കൊറോഷൻ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കൊറോഷൻ മീൻസ് എന്താണ്? ഈ മെറ്റൽസ് അത് ആസിഡ്, ഹീറ്റ് ഇങ്ങനെ തുടങ്ങിയതായിട്ടൊക്കെ അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിന്റെ സർഫസിൽ ഉണ്ടാകുന്ന അഗ്ലി നേച്ചറിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? കൊറോഷൻ. അതെന്ത് ചെയ്യുന്നു? ദ്രവിച്ചു പോകുന്നു. അപ്പം റസ്റ്റിംഗ്, അത് അയണിന്റെ കേസിലാണെങ്കിൽ നമ്മൾ അതിനെ റസ്റ്റിംഗ് എന്ന് പറയാം. ടു പ്രിവെന്റ് റസ്റ്റിംഗ് വി ആർ അപ്ലൈങ് പെയിന്റ് ഓൺ അയൺ ആർട്ടിക്കിൾസ്. അപ്പം ഈ റസ്റ്റിംഗിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയൺ ആർട്ടിക്കിൾസിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? പെയിന്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, റസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയൺ ആർട്ടിക്കിൾസിൽ നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്യുന്നത്. Then next question. Oil and fat
ഓയിൽ ആൻഡ് ഫാറ്റ് ഫുഡ് ഐറ്റംസ് ആർ ഫ്ലഷ്ഡ് വിത്ത് നൈട്രജൻ വൈ. അപ്പം ഓയിലി അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യും, പാക്ക് ചെയ്യുന്ന ടൈമിൽ അതിനകത്ത് നൈട്രജൻ ഫില്ല് ചെയ്യുന്നതിന്റെ കാരണം നൈട്രജൻ എന്ത് ചെയ്യും, റെൻസിഡിറ്റിയെ പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് എന്ന് പറയുന്നത് നൈട്രജൻ. റെൻസിഡിറ്റി മീൻസ് എന്തായിരുന്നു, ഈ ഫുഡ് ഐറ്റംസ് ഹീറ്റ്, ലൈറ്റ്, ഓക്സിജൻ ഇങ്ങനെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിനകത്ത് ഓക്സിഡേഷൻ നടന്നിട്ട് അതിന്റെ ടേസ്റ്റിലും സ്മെല്ലിലും ചേഞ്ച് ഉണ്ടാകുന്നതിന് എന്തെന്ന് പറയും, റെൻസിഡിറ്റി എന്ന് പറയും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് ഏത് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്, നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Explain the following terms with one example, corrosion and rancidity. Okay, corrosion means എന്തായിരുന്നു, അത് അയൺ ആർട്ടിക്കിൾസ് നശിച്ചു പോകുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊറോഷൻ എന്ന് പറയുന്നത്. കൊറോഷൻ ഒരു എക്സാമ്പിൾ ആണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ റെൻസിഡിറ്റിക്ക് നമ്മൾ പറഞ്ഞിരുന്നു, ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യുന്നു, അതിന്റെ സ്മെല്ലിലും ടേസ്റ്റിലും ഉണ്ടാകുന്ന ചേഞ്ച് ആണ് എന്ത്, റെൻസിഡിറ്റി. അപ്പം ഇത്രയുമാണ് ചാപ്റ്റർ 1 എക്സസൈസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടും കൃത്യമായിട്ടും പഠിച്ചു പോവുക. യാതൊരു പാടില്ലാണ്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്